എൻ്റെ ഗോവിന്ദ മാഷെ, എൻ്റെ റഹീമെ, എൻ്റെ ശിവൻകുട്ടി സഖാവെ, നിങ്ങൾ ചെയ്തത് ഏറ്റവും വലിയ ക്രൂരതയാണ് കേട്ടോ. ഏറ്റവും വലിയ ക്രൂരതയാണ് നിങ്ങൾ ചെയ്തത് ഈ പെൺകുട്ടിയോട്. ഇതേപോലുള്ള ഒരുപാട് പെൺകുട്ടികളോട്, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തോട്, കേരളീയ സമൂഹത്തോട് നിങ്ങളൊക്കെ മാതൃക കാണിക്കേണ്ടവരാണ് അല്ലേ? നിങ്ങൾ ചെയ്തത് തനി തെമ്മാടിത്താണ് നിങ്ങൾ ചെയ്തത്. നിങ്ങൾക്ക് ആവശ്യം ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങളെന്തോ നവോത്ഥാന നായകന്മാരാണ്, നിങ്ങളിങ്ങനെ ഹിന്ദു മുസ്ലിം മൈത്രിയുടെ ആൾക്കാരാണ്, മുസ്ലിം പക്ഷത്ത് നിൽക്കുന്ന ആൾക്കാരാണ് എന്നൊക്കെ ഒരു വരുത്തി തീർത്തിട്ട് നിങ്ങൾക്ക് വോട്ട് കിട്ടാനുള്ള പരിപാടിയാണ് ഇത്. ദയവായി നിങ്ങൾ ചെയ്യരുതായിരുന്നു. ആ പെൺകുട്ടിയുടെ ജീവിതമാണ് നിങ്ങൾ നശിപ്പിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്കാണ് ഇങ്ങനെ ഒരു 18-കാരിയായ മകൾ ഉള്ളതെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ തെമ്മാടുത്ത ചെയ്യില്ല. രാവിലെ പ്രണയം അറിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ ഈ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് കല്യാണം കഴിച്ചാൽ അയക്കില്ല കേട്ടോ. നിങ്ങൾ ചെയ്തത് ആ കുടുംബത്തെ ഉണ്ടല്ലോ, ഈ മൊണാലിസ എന്ന് പറയുന്ന പെൺകുട്ടിയെ, അവൾക്ക് 18 ആയെങ്കിൽ 18, 17 ആയെങ്കിൽ 17, ഇത്ര വർഷങ്ങൾ ആ പെൺകുട്ടിയെ വളർത്തിക്കൊണ്ട് വന്ന ആ പെൺകുട്ടിയുടെ അച്ഛനുണ്ട് കേട്ടോ. മകള് ഈ സിനിമ അഭിനയത്തിന് പോകുമ്പോൾ ആ അച്ഛൻ മധ്യപ്രദേശിൽ നിന്ന് ഈ പെൺകുട്ടിയുടെ കൂടെ വന്നതാണ്. പെൺകുട്ടിയുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് പെൺകുട്ടിയുടെ രക്ഷാകർത്താവായിട്ട് വന്ന അച്ഛൻ, ആ അച്ഛൻ വഴിയോരത്തെവിടെയോ ഇരുന്ന് കണ്ണീർ വാർക്കുന്നുണ്ട് ഒരച്ഛൻ. ആ വീട്ടിനകത്തൊരു അമ്മയുണ്ട് കേട്ടോ. ഈ പെൺകുട്ടിയുടെ അനിയത്തിമാരും അനിയന്മാരും ചേട്ടന്മാരും ചേട്ടത്തിമാരും ഒക്കെ ഉണ്ടാവാം, അവരുടെ ബന്ധുമിത്രാദികളൊക്കെ ഉണ്ടാവാം. അവരോടൊന്നും നിങ്ങൾ ചോദിച്ചില്ലല്ലോ, അവരോടൊന്നും നിങ്ങൾ ചർച്ച ചെയ്തില്ലല്ലോ. കഷ്ടം. ഏതായാലും നിങ്ങൾ ഇമാതിരി തെമ്മാടിത്തം ചെയ്തു. പക്ഷെ നിങ്ങൾക്ക് സിന്ദാബാദ് വിളിക്കുന്ന കുറേ നിങ്ങളുടെ അന്തം കമ്മികളുണ്ടല്ലോ. അവരിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരള സ്റ്റോറി, മണ്ണാങ്കട്ട. ഇത് കേരള സ്റ്റോറിയല്ല, ഇത് നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ മഹാക്രൂരതയുടെ ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ് നിങ്ങൾ നശിപ്പിച്ചത് കേട്ടോ. 18 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ ജീവിതം നിങ്ങൾ പച്ചക്ക് കത്തിക്കുകയാണ്. മാപ്പില്ല. ഈ കല്യാണം, അതായത് മൊണാലിസ എന്ന് പറയുന്ന 18 വയസ്സ് പ്രായമായി എന്ന് ചിലരൊക്കെ പറയുകയും, അതല്ല 18 ആയിട്ടില്ല എന്ന് മൊണാലിസയുടെ അമ്മ ഉൾപ്പെടെ പറയുകയും, കാരണം ഞാൻ ആധാർ കാർഡ് പ്രായം തെളിയിക്കാനുള്ള ഒരു സർട്ടിഫിക്കറ്റ് അല്ല കേട്ടോ. ആധാർ കാർഡിലെ പ്രായം ഒരു വ്യക്തിയുടെ പ്രായം തെളിയിക്കാനുള്ള ഒരു ഉപാധിയല്ല, അത് സ്കൂൾ സർട്ടിഫിക്കറ്റ് ആണ്. ബർത്ത് സർട്ടിഫിക്കറ്റിനേക്കാൾ ഒരു ആധികാരിക രേഖ എന്ന് പറയുന്നത് സ്കൂൾ സർട്ടിഫിക്കറ്റ് ആണ്. അതുപോട്ടെ, ഞാൻ ഈ വിവാഹ പ്രായത്തെ കുറിച്ചൊന്നല്ല പറയുന്നത് കേട്ടോ. മൊണാലിസക്ക് 18 ആയോ 17 ആണോ 16 ആണോ, ഇത് ശൈശവ വിവാഹമാണോ, പോക്സോ കേസ് എടുക്കുമോ, അതുമല്ല അതിൽ അങ്ങേപ്പുറത്തേക്ക് ഒരു മുസ്ലിം യുവാവ് മൊണാലിസ എന്ന് പറയുന്ന ഹൈന്ദവ പെൺകുട്ടിയെ കല്യാണം കഴിച്ചത് കൊണ്ട് ഇതൊരു ലവ് ജിഹാദ് പ്രശ്നമാണോ എന്നൊന്നല്ല ഞാൻ പറയുന്നത്. ഇത് രണ്ടുമല്ല, മറ്റ് ചില കാര്യങ്ങളാണ് എനിക്ക് ഈ വീഡിയോയിൽ നിങ്ങളോട് പറയാനുള്ളത്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ കല്യാണത്തെ അനുഗ്രഹിക്കുന്ന, ഇത് കേരളത്തിന്റെ പുരോഗമന മനസ്സാണ്, അല്ലെങ്കിൽ ഇതാണ് യഥാർത്ഥത്തിൽ കേരള സ്റ്റോറി. കേരളം എന്ന് പറയുന്നത് ഇത്തരത്തിൽപ്പെട്ട പ്രണയത്തിൽ അകപ്പെടുന്ന 18 വയസ്സായ പെൺകുട്ടികൾക്കും, അത് ഒരു മുസ്ലിം യുവാവിനെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ വളരെ സുരക്ഷിതമായി അവർക്ക് കല്യാണം കഴിച്ച് ജീവിക്കാൻ പറ്റാവുന്ന നാടാണ് കേരളം എന്ന് തെളിയിക്കുകയാണ്. പ്രത്യേകിച്ചും ഈ കല്യാണം നടത്തി കൊടുത്തത്, അതാണ് ഇതിലേറ്റവും കാതലായ കാര്യം. അതാണ് ഈ കല്യാണം നടത്തി കൊടുത്തത്. അങ്ങനെ എനിക്ക് തോന്നുന്നില്ല, കേരളത്തിൽ ആദ്യമായിട്ടാണ്. കാരണം ഈ പ്രണയിച്ച് ഹൈന്ദവ പെൺകുട്ടിയും മുസ്ലിം യുവാവും തമ്മിൽ പ്രണയിച്ചു വരുന്നതൊക്കെ ആദ്യത്തെ സംഭവമൊന്നുമല്ല. ഇഷ്ടംപോലെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് നമ്മുടെ നാട്ടിൽ. ഓരോ ജില്ലയിലും ഓരോ പ്രദേശത്തും ഇത്തരത്തിലുള്ള ഹൈന്ദവ പെൺകുട്ടിയെ മുസ്ലിം യുവാവ് പ്രേമിക്കുന്നതും, അല്ലെങ്കിൽ മുസ്ലിം പെൺകുട്ടിയെ ഹൈന്ദവ യുവാവ് പ്രേമിക്കുന്നതും ഒക്കെ സർവ്വസാധാരണമാണ് നമ്മുടെ നാട്ടിൽ കേട്ടോ. പക്ഷേ അന്യ സംസ്ഥാനക്കാരിയായ, തൊട്ടടുത്ത സംസ്ഥാനം കൂടിയല്ല കേട്ടോ, ഒന്ന് മൊണാലിസ മധ്യപ്രദേശുകാരിയാണ്, ഫർമാൻ എന്ന് പറയുന്ന ഈ ആള് ഉത്തർപ്രദേശാണ്. അങ്ങനെ ഉത്തർപ്രദേശുകാരനായ ഫർമാനും ഈ മധ്യപ്രദേശുകാരിയായ മൊണാലിസയും കേരളത്തിലെത്തിയിട്ട് ഒരു ദിവസം രാവിലെയാണ് സംഭവം. രാവിലെയാണ് ഇവർ പറയുന്നത്, ഞങ്ങൾ പ്രണയത്തിലാണ്, വീട്ടുകാർ എതിരാണ്, വീട്ടുകാർ സമ്മതിക്കുക. കാരണം ഇവരുടെ അച്ഛനും അമ്മയും, അത് നോക്കണേ, ഇവരുടെ അച്ഛൻ ഈ പെൺകുട്ടിയുടെ കൂടെയുണ്ട്. ഈ സിനിമ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് അച്ഛന്റെ കൂടെയൊക്കെയാണ് പെൺകുട്ടി വന്നതെന്നാണ് ലഭ്യമായ റിപ്പോർട്ടുകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്.
എന്തായാലും നേരത്തെ തന്നെ ഈ കല്ലുമാല വിറ്റ് നടക്കുന്ന കാലത്ത് ഈ പെൺകുട്ടിക്ക് അച്ഛനുണ്ട്, അമ്മയുണ്ട്. ആ അമ്മ രണ്ടാനമ്മയാണെന്ന് പറയുന്നു. എന്തായാലും രണ്ടാനമ്മയോ ആദ്യത്തെ അമ്മയോ എന്തെങ്കിലും ആവട്ടെ, പെൺകുട്ടിക്ക് ഒരു അമ്മയുണ്ട്, പെൺകുട്ടിക്ക് അച്ഛനുണ്ട്, സഹോദരിമാരുണ്ട്, സഹോദരനുണ്ട്. ഇങ്ങനെയുള്ള ഒരു കുടുംബമാണത്. അതവിടെ നിൽക്കട്ടെ. അപ്പം ഈ പെൺകുട്ടി കേരളത്തിലേക്ക്, അതായത് 2 ദിവസം മുമ്പ് കേരളത്തിലേക്ക് വന്നിട്ട് ഞങ്ങൾക്ക് വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞ ഉടനെ നോക്കണേ, സി പി എമ്മിന്റെ കേരളത്തിലെ ടോപ്പ് മോസ്റ്റ് എന്താ പറയാ ലീഡറാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി. ആ സംസ്ഥാന സെക്രട്ടറിയാണ് വരുന്നത്. തിരുവനന്തപുരം ജില്ലയിലാണ് സംഭവം എന്നുള്ളത് കൊണ്ട് തിരുവനന്തപുരത്തിന്റെ ജില്ലാ സെക്രട്ടറി റഹീം, കേരളത്തിന്റെ ഒരു വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലയാകെ നിയന്ത്രിക്കുന്ന നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി, ഈ 3 പേര് ഈ പെൺകുട്ടിയുടെ ആവശ്യം ഉന്നയിച്ച് മണിക്കൂറുകൾക്കകം രാവിലെ പെൺകുട്ടി കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, വൈകുന്നേരമാകുമ്പോഴത്തേക്ക് കല്യാണം നടത്തി കൊടുക്കുന്നു. ഈ 3 സി പി എമ്മിന്റെ നേതാക്കന്മാർ. ഇതാണല്ലോ സംഭവിച്ചത്. ശരി, സി പി എമ്മിന്റെ ഈ കല്യാണത്തെ മഹത്വവൽക്കരിക്കുന്ന, ഈ കല്യാണം ഗംഭീരമായി, ഇതൊരു മാതൃകയാണ്, ഇത് കേരള സ്റ്റോറിയാണ് എന്നൊക്കെ വിശ്വസിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ജസ്റ്റ് സങ്കല്പിക്കുക കേട്ടോ, സങ്കല്പിക്കുക. നിങ്ങൾ എത്രയെങ്കിലും ഏത് പ്രായക്കാരോ എന്ന് ഒന്നും ഞാൻ നോക്കുന്നില്ല. എൻ്റെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് 18 വയസ്സ് പ്രായമായ ഒരു മകൾ ഉണ്ടെന്ന് വിചാരിക്കാം. ആ മകൾക്ക് ഒരുപക്ഷെ 16 ആവാം, 17 ആകാം, 18 ആകാം. ഇനി ഞാൻ വിവാദത്തിലേക്ക് ഒന്നും കടക്കുന്നില്ല. 18, ശരി, 18 വയസ്സ് എന്ന് പറഞ്ഞാൽ വിവാഹപ്രായമായ 18 വയസ്സ് എന്ന് പറയുന്ന, എപ്പം വേണമെങ്കിലും കല്യാണം കഴിച്ചയക്കാവുന്ന, നിയമപ്രകാരം കല്യാണം കഴിച്ചയക്കാവുന്ന 18 വയസ്സ് പ്രായമായ ഒരു പെൺകുട്ടി നിങ്ങൾക്കുണ്ട് എന്ന് കരുതുക. എനിക്ക് 2 പെൺകുട്ടികളുണ്ട്. അതേപോലെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള 18 വയസ്സ് കൊണ്ട് ആയിട്ടുള്ളൂ കൃത്യമായ ഇവരുടെ ജനന സർട്ടിഫിക്കറ്റ് ഇവർ പ്രൊഡ്യൂസ് ചെയ്ത ഈ ആധാർ കാർഡ് പ്രകാരം ഈ ജനുവരിയിലാണ് 18 വയസ്സ് അവർക്ക് പൂർത്തിയായി എന്ന് ഇവർ പറയുന്നത് കേട്ടോ. അങ്ങനെ 18 വയസ്സ് ജസ്റ്റ് പൂർത്തിയായ ഒരു പെൺകുട്ടി ഉണ്ടെന്ന് വിചാരിക്കും. ആ പെൺകുട്ടി ഏത് ക്ലാസ്സിലായിരിക്കും പഠിക്കുന്നത്? 18 വയസ്സ് പൂർത്തിയായ പെൺകുട്ടി +2 കഴിഞ്ഞ് 15 SSLC പാസ്സാവുന്നു, 16 +1, 17 +2, 18 ജസ്റ്റ് 18 എന്ന് പറയുമ്പോൾ ഒന്നുകിൽ +2 ആയിരിക്കും, അല്ലെങ്കിൽ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയിരിക്കും, അല്ലേ? അതാണ് എനിക്ക് തോന്നുന്നത്. ഒന്നുകിൽ +2 പരീക്ഷ എഴുതുന്ന ഈ വർഷം +2 പരീക്ഷ എഴുതാൻ പോകുന്ന പെൺകുട്ടി, അതല്ലെങ്കിൽ ഈ വർഷം ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയ പെൺകുട്ടി. അങ്ങനെയുള്ള നിങ്ങളുടെ മകൾ സങ്കല്പിക്കണേ, നിങ്ങളുടെ ഏറ്റവും പൊന്നോമനയായ പെൺകുട്ടി, നിങ്ങൾ 16-17 വയസ്സും നിങ്ങളിങ്ങനെ താലോലിച്ച് വളർത്തിയ നിങ്ങളുടെ പൊന്നോമന മകൾ. ആ മകളെ കുറിച്ച് നിങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട് കേട്ടോ. ഏതൊരു മാതാപിതാക്കൾക്കുള്ള പോലെ നിങ്ങൾക്കും പ്രതീക്ഷ കാണും. ആ പെൺകുട്ടിയെ നിങ്ങൾ പഠിപ്പിച്ച് ഒരു ഡോക്ടറാക്കണം, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആക്കണം, അല്ലെങ്കിൽ ഒരു IAS കാരിയാക്കണം, അല്ലെങ്കിൽ IFS കാരിയാക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അധ്യാപികയാക്കണം. അങ്ങനെ നിങ്ങളുടെ ഒരുപാട് നിങ്ങളുടെ വ്യത്യസ്തങ്ങളായ മോഹങ്ങളുള്ള അവൾ നിങ്ങളുടെ ഒരേ മകളാകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് 2 കുട്ടി, അതൊന്നും നോക്കുന്നില്ല. നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രിയങ്കരിയായ മകൾ, ആ മകൾ നിങ്ങൾ മനസ്സിലാക്കുകയാണ്. ആ മകൾക്ക് ഒരു പ്രണയം 6 മാസത്തിന് മുമ്പ് ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ടൊരു യുവാവ്, നിങ്ങളുടെ മലയാളിയല്ല കേട്ടോ, നിങ്ങളുടെ സംസ്ഥാനത്തുള്ള ആളല്ല, അന്യ സംസ്ഥാനത്തുള്ള ഒരു വ്യത്യസ്ത ജാതിയിൽപ്പെട്ട, നിങ്ങളൊരു ഹൈന്ദവ കുടുംബമാണെന്ന് സങ്കല്പിക്കൂ. ഒരു മുസ്ലിം ചെറുപ്പക്കാരനുമായി നിങ്ങളുടെ ഈ പൊന്നോമന മകൾ പ്രണയത്തിലാണ്. ഈ പെൺകുട്ടി നിങ്ങളോട് പറയുന്നു, അച്ഛാ എനിക്ക് കല്യാണം കഴിക്കണം, അല്ലെങ്കിൽ അമ്മേ എനിക്ക് കല്യാണം കഴിക്കണം, ആ ഇക്കായെ കല്യാണം കഴിക്കണം. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ സങ്കല്പിക്കുക. എന്തായിരിക്കും നിങ്ങൾ ചെയ്യുക? ഞാനിത് സങ്കല്പിക്കാൻ പറയുന്നത് MV ഗോവിന്ദൻ സങ്കല്പിക്കണം, A റഹീം സങ്കല്പിക്കണം, പിന്നെ ആരാണ് ശിവൻകുട്ടി സങ്കല്പിക്കണം. ഈ നാട്ടിലെ സകലമാന പുരോഗമന ചിന്താഗതിക്കാരും ചിന്താഗതിക്കാരികളും
അന്തംഗമ്മികളും സങ്കല്പിക്കണേ ഇത്രയും കാര്യം. അങ്ങനെ പെൺകുട്ടി പറഞ്ഞു, ആ ഇക്കായെ എനിക്ക് കല്യാണം കഴിക്കണം. എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം? ഇപ്പൊ സംഭവിച്ച പോലെ ഈ മൊണാലിസക്ക് സംഭവിച്ച പോലുള്ള കാര്യങ്ങളാണെങ്കിൽ പുരോഗമന കേരളം അല്ലെ, പുരോഗമന കേരളത്തിന്റെ പുരോഗമനകാരികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ, അതായത് ഈ പെൺകുട്ടി നിങ്ങളോട് ഇത് പറയുന്നത് രാവിലെയാണ്, ഉടനെ നിങ്ങൾ ഒരു ക്ഷേത്രത്തിലേക്ക് ഓടുന്നു. ആ ക്ഷേത്രത്തിൽ അധികാരികളെ കണ്ട് പറയുന്നു, ഇതാ ഇന്ന് തന്നെ ഞങ്ങളുടെ പൊന്നോമന മകൾക്ക് ഒരു പ്രണയം, ഞങ്ങളുടെ പൊന്നോമന മകൾക്ക് കല്യാണം കഴിക്കണം. അത് ഏതോ ഒരു സംസ്ഥാനത്തെ ഏതൊരു ചെറുപ്പക്കാരൻ അവൾക്ക് കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആവേശത്തോടെ അടുത്ത ക്ഷേത്രത്തിലേക്ക് ഓടുന്നു. ഒരു താലിമാലയുമായി ഓടുന്നു. വൈകുന്നേരത്തോടെ ഇവരുടെ കല്യാണം കഴിച്ചു കൊടുക്കുന്നു. ചെയ്യോ? ഒറ്റ വാക്കിൽ ഉത്തരം പറ, യെസ് ഓർ നോ. നിങ്ങൾ അങ്ങനെയാണോ ചെയ്യുക? പറ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ 2 പെൺകുട്ടികളുടെ അച്ഛനാണ്. 2 പെൺകുട്ടികളുടെ അച്ഛനാണ് ഞാൻ ഈ ചോദ്യം എന്നോട് ചോദിക്കുകയാണ്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ ഞാൻ എന്താണ് ചെയ്യുക? ഞാൻ അങ്ങനെ പ്രണയത്തെ നിഷേധിക്കുന്ന ആളൊന്നുമല്ല കേട്ടോ. എൻ്റെ പെൺകുട്ടികളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പ്രണയിച്ചോളാൻ പറഞ്ഞൊരു അച്ഛനാണ്. നിങ്ങൾ പ്രണയിച്ചു. കാരണം പ്രണയിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെതായ ഒരു മനോഹാരിതയൊക്കെ ഉണ്ട്. അത് അതിൻ്റെതായ കാലത്ത് ചില പ്രണയങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ സ്വാഭാവികമാണ്. അപ്പോ ഇങ്ങനെ ഒരു പ്രണയമില്ലാത്ത പെൺകുട്ടികളൊന്നും ഉണ്ടാവില്ല. പ്രത്യേകിച്ചും ഈ +2 അല്ലെങ്കിൽ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന കാലത്ത് ഇത്തരത്തിലുള്ള പ്രണയങ്ങളൊക്കെ, നിരവധി പ്രണയങ്ങൾ ഉണ്ടാവും. ഒന്നിലേറെ പ്രണയങ്ങൾ ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ സാധാരണ കാണുന്നതല്ലേ. ശരി, ഇങ്ങനെ ആണ് എൻ്റെ മകൾ എന്നോട് പറയുന്നതെങ്കിൽ ഞാൻ എന്താ പറയാ? ഈ ഗോവിന്ദനും ശിവൻകുട്ടിയും റഹീമും ചെയ്ത പോലെ കേട്ടോടനെ ചാടിക്കറി തൊട്ടടുത്ത അമ്പലത്തിലേക്ക് ഓടുക, താലി വാങ്ങുക, വൈകുന്നേരം കല്യാണം കഴിക്കാം മോളെ, ശരി. ആഹാ, ഇങ്ങനെയാണോ? ഞാൻ അങ്ങനെയല്ല ചെയ്യുക. ഞാൻ അവളോട് പറയും, മോളെ. അപ്പോൾ അവളോട് പറയും, എനിക്ക് 18 വയസ്സായി. അതാണല്ലോ പറയാം, 18 വയസ്സായി. ഇപ്പൊ മൊണാലിസ അതാണല്ലോ പത്രസമ്മേളനം വിളിച്ച് മൊണാലിസ പറഞ്ഞത്, എനിക്ക് 18 വയസ്സായി എന്നാണ് പറഞ്ഞത്. അവളൊരു പക്ഷെ പറയും, എനിക്ക് 18 വയസ്സായി. ശരി, മോക്ക് 18 വയസ്സായി. പക്ഷെ മോളെ, നമുക്ക് ആദ്യം വേണ്ടത് നല്ല വിദ്യാഭ്യാസമാണ്. മോള് +2 അല്ലേ ആയിട്ടുള്ളൂ, അല്ലെങ്കിൽ മോള് ഡിഗ്രി ഫസ്റ്റ് ഇയർ അല്ലേ. മോള് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ PG കഴിഞ്ഞ് നമുക്ക് ഒരു നല്ല ജോലിയൊക്കെ, അല്ലെങ്കിൽ മോള് അത് കഴിഞ്ഞിട്ട് നമുക്ക് എൻട്രൻസ് ഒക്കെ എഴുതി നമുക്ക് ഒരു ഡോക്ടർ ആവാം, അല്ലെങ്കിൽ എഞ്ചിനീയർ ആവാം. എന്താണ് മോക്ക് ആഗ്രഹം? എന്താണ്? ഒരുപക്ഷെ മോള് നേരത്തെ പറഞ്ഞിട്ടുണ്ടാവും, എനിക്കൊരു പൈലറ്റ് ആവണം, അല്ലെങ്കിൽ എനിക്കൊരു അധ്യാപികയാവണം, എനിക്കൊരു ഡോക്ടർ ആകണം, എനിക്കൊരു എഞ്ചിനീയർ ആവണം എന്ന് ഒരുപക്ഷെ ഈ പെൺകുട്ടി നേരത്തെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഈ ഞാൻ എന്ന് പറയുന്ന അച്ഛൻ പറയുന്നത്, ശരി, നമുക്ക് മോൾ ഒരു കാര്യം ചെയ്യും. മോക്ക് പ്രണയം അതൊക്കെ സ്വാഭാവികമാണ്. ഈ പ്രായത്തിൽ അതൊക്കെ ഉണ്ടാവും. മോൾ ഒരു കാര്യം ചെയ്യും, മോള് പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു ഉദ്യോഗി ആവട്ടെ. ഒരു പെൺകുട്ടികൾക്ക് വേണ്ടത് നല്ല സ്ഥിര വരുമാനമുള്ള ഒരു ഉദ്യോഗിയാണ്. എന്നിട്ട് നിങ്ങളുടെ പ്രണയം വേണ്ടാതെന്നൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾ പ്രണയിച്ചോ. ആ ഒരു 4-5 വർഷം കഴിയട്ടെ. അപ്പോഴത്തേക്ക് നിനക്ക് എത്ര, ഒരു 21-22 വയസ്സൊക്കെ ആവും. 22, 23, 24 വയസ്സൊക്കെ ആവുമ്പോൾ, അപ്പോഴൊക്കെയാണ് സാധാരണ നമ്മുടെ നാട്ടിൽ പെൺകുട്ടികളെ കല്യാണം കഴിക്കുന്നത്. അപ്പോഴത്തേക്ക് നിനക്കൊരു ജോലിയാകും. നിനക്കൊരു ജോലിയായി കഴിഞ്ഞിട്ട് അപ്പോഴും നിങ്ങളുടെ പ്രണയം തുടരുകയാണെങ്കിൽ നിങ്ങൾ കല്യാണം കഴിച്ചു, അച്ഛൻ നടത്തി തരും. എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല. ഇതിന്റെ ഇടയിൽ ഞാനൊരു കാര്യം ചെയ്യും, മോളെ. ആരെയാണ് മോള്? ഈ ഇക്ക ആരാണ്? അപ്പോൾ അവളൊരു പക്ഷേ എനിക്ക് അയാളുടെ പേരോ അയാളുടെ അഡ്രസ്സൊക്കെ തരുമായിരിക്കും. ഞാൻ എന്ന് പറയുന്ന അച്ഛൻ അടുത്ത എൻ്റെ നടപടി പെൺകുട്ടിയെ ഇത് പറഞ്ഞ് മനസ്സിലാക്കി അവളെ ചീത്ത പറയുന്നില്ല, അവളെ അടിക്കുകയോ അവളെ കണ്ണുരുട്ടൊന്നുമില്ല. അവളോട് വളരെ 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 ശാന്തനായി, വളരെ സ്നേഹത്തോടെ അവളുടെ തലയിൽ തലോടിക്കൊണ്ട്, അവളെ അടുത്തിരുത്തിക്കൊണ്ട്, അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഞാൻ അവൾക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ യുവാവ്, ഈ ചെറുപ്പക്കാരൻ ആരാണെന്ന് അന്വേഷിക്കും. അയാളെക്കുറിച്ച് അറിയണ്ടേ? അയാൾ ഇതിനു മുമ്പ് ഇതേപോലെ നമ്മൾ ഒരുപാട് വാർത്തകൾ കേൾക്കുന്നതാണല്ലേ, ഫേസ്ബുക്ക് പ്രണയങ്ങളെ കുറിച്ചൊക്കെ കേൾക്കുന്നതാണ്. ഏതോ നാട്ടിലെ, നമ്മളിപ്പം സാധാരണ രീതിയിൽ നമ്മൾ സ്വാഭാവികമായ വിവാഹം നമ്മുടെ നാട്ടിൽ നമ്മുടെ മോളെ കല്യാണം കഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ തൊട്ടടുത്ത നമ്മുടെ ജില്ലക്കാരൻ തന്നെയാണെങ്കിൽ പോലും നമ്മൾ 10-12 ആൾക്കാരൊക്കെ വിട്ട് അന്വേഷിക്കും. എങ്ങനെ ആ ചെറുപ്പക്കാരന്റെ സ്വഭാവം എങ്ങനെയാണ്, അവരുടെ കുടുംബ പശ്ചാത്തലം എങ്ങനെയാണ്, അങ്ങനെയൊക്കെ അന്വേഷിക്കും. ഇതൊക്കെ സ്വാഭാവികമായ നാട്ടിൽ നടപ്പുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാൻ തീർച്ചയായും ആ യുവാവിനെ കുറിച്ച് അന്വേഷിക്കും. അത് എവിടെയാണ്, ആ സംസ്ഥാനത്തെ എൻ്റെ സുഹൃത്തുക്കൾ ഉണ്ടാവും, ഞാൻ അന്വേഷിക്കാൻ പറയും. ഇയാളെങ്ങനെ, ഈ ചെറുപ്പക്കാരൻ എങ്ങനെയുള്ള ആളാണ്,
അയാളുടെ കുടുംബ പശ്ചാത്തലം എന്താണ്, അയാളുടെ വിദ്യാഭ്യാസം എന്താണ്, ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കും. ഈ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കുഴപ്പമില്ല, ഇയാളും ഒരു നല്ല ഫാമിലിയിൽപ്പെട്ട ആളാണ്, അല്ലെങ്കിൽ നല്ല എന്താ പറയാ ഇതേപോലെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അങ്ങനെയൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ശരി, നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കാത്തിരിക്കാം. നമുക്ക് ഈ എന്താ പറയാ നമുക്ക് ഏറ്റവും പ്രധാനമായി വേണ്ടത്, ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് വിദ്യാഭ്യാസമാണ്, ഒരു നല്ല ജോലിയാണ്. ഇതൊക്കെയാണ് നിങ്ങളെ മുന്നോട്ട് നയിക്കുക എന്ന് പക്ഷേ ആ ചെറുപ്പക്കാരനോടും ഞാൻ പറയും. ഒരുപക്ഷെ അന്വേഷിക്കുമ്പോഴായിരിക്കും കണ്ടെത്തുക ഇയാൾ ഏറ്റവും വലിയ ഒരു കറക്ക് പരിപാടിയായിരിക്കും. ഇത്തരത്തിൽ പല പെൺകുട്ടികളെയും ഇത്തരത്തിൽപ്പെട്ട ഫേസ്ബുക്കിലൂടെ പ്രണയം നടിച്ച് വഞ്ചിച്ച ആളാണ്, അല്ലെങ്കിൽ ഇയാൾ ഒരു എന്താ പറയാ മയക്കുമരുന്നിന് അടിമയാണ്, അല്ലെങ്കിൽ ഇത്തരത്തിൽപ്പെട്ട എല്ലാ തെമ്മാടിത്തങ്ങളുടെയും എല്ലാ റിഗേഡുകളുടെയും കടന്നുപോയ ആളാണ്. ജയിലിൽ പലകുറി ഇയാൾക്കെതിരെ 10-12 കേസുകളുണ്ട് എന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഞാൻ മനസ്സിലാവുക. അപ്പൊ ഞാൻ ഇത് മോളോട് പറയും, മോളെ ഇങ്ങനെയൊക്കെ സംഭവം, ഇനിയും നിനക്ക് പ്രണയിക്കണം, ഇങ്ങനെയൊക്കെയാണ് സംഭവം എന്ന് ഞാൻ പറയും. എന്ന് പറഞ്ഞ് ഞാൻ ഇതൊക്കെ അന്വേഷിക്കും. ഇതൊക്കെയാണ് സാധാരണ ചെയ്യുക. നിങ്ങൾ എന്താ ചെയ്യാന്ന് എനിക്കറിയില്ല, ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പൊ സ്വാഭാവികമായും ഇത്തരത്തിൽപ്പെട്ട ഒരു സംഭവം ഉണ്ടാവുമ്പോൾ ഇവിടെ 2 രീതിയിലാണ്. ഒന്ന്, ഈ വിശ്വ ഹിന്ദു പരിഷത്തോ അല്ലെങ്കിൽ ഹിന്ദു ഐക്യവേദിയോ ഒക്കെ ഇത് ലവ് ജിഹാദാണ്, അല്ലെങ്കിൽ ഇത് 18 വയസ്സായിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അവരുടേതായ വേറൊരു ലൈനിലേക്ക് കൊണ്ടുപോകുന്നു. മറ്റേ ഇങ്ങേപ്പുറത്തുള്ള ആൾക്കാർ ഇതെന്തോ കല്യാണം കഴിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് കേരളത്തിന്റെ എന്തോ ഒരു നവോത്ഥാന രീതിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുക. ഇതൊന്നും അല്ല, ഇത് രണ്ടും മാറ്റി വെച്ചുകൊണ്ട് ഇതല്ലേ ചെയ്യേണ്ടത്, അല്ലേ? ഇതല്ലേ ചെയ്യേണ്ടത്? ഞാൻ ഇതൊരു നിങ്ങളുടെ ഒരു ഉത്തരത്തിന് വേണ്ടി തരികയാണ്. ഈ മൊണാലിസ എന്ന് പറയുന്ന പെൺകുട്ടിയെ അവളുടെ കാരിയർ തുടങ്ങിയിട്ടുള്ളൂ. നിങ്ങൾ മൊണാലിസയ്ക്ക് വിദ്യാഭ്യാസമില്ല. അവളെ നല്ല രീതിയിൽ പഠിപ്പിച്ചു ഉയർത്താം. ഇനി മാത്രമല്ല, ഈ പഠനത്തെക്കാൾ ഉപരി അവൾ നല്ലൊരു കാരിയർ തെരഞ്ഞെടുക്കുന്നു. അവൾ ഒരു സിനിമാ രംഗത്തേക്ക് വരുന്നു. അവൾക്ക് നന്നായി അഭിനയിക്കാൻ അറിയാം. ആ രീതിയിലേക്ക് അവളുടെ ആദ്യത്തെ സിനിമ പുറത്തു വന്നിട്ടില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഏതായാലും ഈ സിനിമയുടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കാരിയറിന്റെ തുടക്കത്തിൽ അതൊന്ന് സെറ്റിൽഡ് ആവട്ടെ, അല്ലെങ്കിൽ ആ രീതിയിൽ ആ ഒരു കൃത്യമായ ഒരു വരുമാനം ലഭിക്കത്തക്ക രീതിയിൽ ആ രീതിയിലുള്ള ഒരു കലാരംഗത്ത് ഒരു ഉയർച്ച ഉണ്ടാവട്ടെ. ഇന്ന് വൈകുന്നേരത്തോടെ കല്യാണം കഴിച്ച് അയച്ചിട്ടില്ല എങ്കിൽ ആകെ തകർന്നു പോകുന്ന പ്രണയം എന്താണ്? അതെനിക്ക് മനസ്സിലാകുന്നില്ല. നമ്മൾ ഒരുപാട് പ്രണയം കണ്ടിട്ടുണ്ട്, പ്രണയിച്ചിട്ടുണ്ട്, ഒക്കെയുണ്ട്. ഈ പ്രണയിച്ചവർ ഈ കല്യാണം കഴിക്കുക എന്ന് പറയുന്ന അത് എന്താ പറയാ, ഈ പ്രണയത്തിന്റെ അവസാനമാണ് കല്യാണം എന്നൊക്കെ പറയുന്ന ഒരു കൺസെപ്റ്റ് എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്കറിയില്ല. ഏതായാലും ഈ രാവിലെ പ്രണയിച്ചിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് കല്യാണം കഴിച്ചില്ലാച്ചാൽ പ്രണയം തകർന്നു പോകും എന്നുള്ള അവസ്ഥ എനിക്കറിയില്ല. വൈകുന്നേരത്തിന് മുന്നേ കല്യാണം കഴിച്ചില്ല എങ്കിൽ ആ പ്രണയം തകർന്നു പോകുമെന്ന് എനിക്കറിയില്ല. ഏതായാലും എൻ്റെ ഗോവിന്ദ മാഷേ, ഞങ്ങളെ മാഷേന്ന് വിളിക്കുകയാണ് കേട്ടോ. എനിക്ക് ഇഷ്ടമല്ല, കാരണം നിങ്ങൾ കളിമാഷെ ഇങ്ങനെ ഗോവിന്ദ എന്നാണ് ഞാൻ സാധാരണ വിളിക്കാറുള്ളത്. പക്ഷേ ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളെ വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ എൻ്റെ ഗോവിന്ദ മാഷെ, എൻ്റെ റഹീമെ, എൻ്റെ ശിവൻകുട്ടി സഖാവെ, നിങ്ങൾ ചെയ്തത് ഏറ്റവും വലിയ ക്രൂരതയാണ് കേട്ടോ. ഏറ്റവും വലിയ ക്രൂരതയാണ് നിങ്ങൾ ചെയ്തത് ഈ പെൺകുട്ടിയോട്. ഇതേപോലുള്ള ഒരുപാട് പെൺകുട്ടികളോട്, അല്ലെങ്കിൽ നമ്മുടെ കേരളീയ സമൂഹത്തോട് നിങ്ങളൊക്കെ മാതൃക കാണിക്കേണ്ടവരാണ്, അല്ലേ? നിങ്ങൾ ചെയ്തത് തനി തെമ്മാടിത്താണ് നിങ്ങൾ ചെയ്തത്. നിങ്ങൾക്ക് ആവശ്യം ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങളെന്തോ നവോത്ഥാന നായകന്മാരാണ്, നിങ്ങളിങ്ങനെ ഹിന്ദു മുസ്ലിം മൈത്രിയുടെ ആൾക്കാരാണ്, മുസ്ലിം പക്ഷത്ത് നിൽക്കുന്ന ആൾക്കാരാണ് എന്നൊക്കെ ഒരു വരുത്തി തീർത്തിട്ട് നിങ്ങൾക്ക് വോട്ട് കിട്ടാനുള്ള പരിപാടിയാണ് ഇത്. ദയവായി നിങ്ങൾ ചെയ്യരുതായിരുന്നു. ആ പെൺകുട്ടിയുടെ ജീവിതമാണ് നിങ്ങൾ നശിപ്പിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്കാണ് ഇങ്ങനെ ഒരു 18-കാരിയായ മകൾ ഉള്ളതെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ തെമ്മാടുത്ത ചെയ്യില്ല. രാവിലെ പ്രണയം അറിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ ഈ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് കല്യാണം കഴിച്ച് അയക്കില്ല കേട്ടോ. നിങ്ങൾ ചെയ്തത് ആ കുടുംബത്തെ ഉണ്ടല്ലോ, ഈ മൊണാലിസ എന്ന് പറയുന്ന പെൺകുട്ടിയെ, അവൾക്ക് 18 ആയെങ്കിൽ 18, 17 ആയെങ്കിൽ 17, ഇത്ര വർഷങ്ങൾ ആ പെൺകുട്ടിയെ വളർത്തിക്കൊണ്ടുവന്ന ആ പെൺകുട്ടിയുടെ അച്ഛനുണ്ട് കേട്ടോ. മകള് ഈ സിനിമ അഭിനയത്തിന് പോകുമ്പോൾ ആ അച്ഛൻ മധ്യപ്രദേശിൽ നിന്ന് ഈ പെൺകുട്ടിയുടെ കൂടെ വന്നതാണ്. പെൺകുട്ടിയുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട്, പെൺകുട്ടിയുടെ രക്ഷാകർത്താവായിട്ട് വന്ന അച്ഛൻ, ആ അച്ഛൻ വഴിയോരത്തെവിടെയോ ഇരുന്ന്
കണ്ണീർ വാർക്കുന്നുണ്ട് ഒരച്ഛൻ. ആ വീട്ടിനകത്തൊരു അമ്മയുണ്ട് കേട്ടോ. ഈ പെൺകുട്ടിയുടെ അനിയത്തിമാരും അനിയന്മാരും ചേട്ടന്മാരും ചേട്ടത്തിമാരും ഒക്കെ ഉണ്ടാവാം. അവരുടെ ബന്ധുമിത്രാദികളൊക്കെ ഉണ്ടാവാം. അവരോടൊന്നും നിങ്ങൾ ചോദിച്ചില്ലല്ലോ. അവരോടൊന്നും നിങ്ങൾ ചോദിച്ചില്ലല്ലോ. അവരോടൊന്നും നിങ്ങൾ ചർച്ച ചെയ്തില്ലല്ലോ. കഷ്ടമാണ്, കഷ്ടം. ഏതായാലും നിങ്ങൾ ഇമാതിരി തെമ്മാടിത്തം ചെയ്തു. പക്ഷെ നിങ്ങൾക്ക് സിന്ദാബാദ് വിളിക്കുന്ന കുറേ നിങ്ങളുടെ അന്തം കമ്മികളുണ്ടല്ലോ. അവരിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരള സ്റ്റോറി. മണ്ണാങ്കട്ട. ഇത് കേരള സ്റ്റോറിയല്ല. ഇത് നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ മഹാക്രൂരതയുടെ ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ് നിങ്ങൾ നശിപ്പിച്ചത് കേട്ടോ. 18 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ ജീവിതം നിങ്ങൾ പച്ചക്ക് കത്തിക്കുകയാണ്. മാപ്പില്ല, നിങ്ങൾക്ക് മാപ്പില്ല. ബാക്കി അടുത്ത വീഡിയോയിൽ. ഓക്കെ, നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. വാർത്താവിശേഷങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. 2 ദിവസം മുമ്പാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ സുപരിചിതയായ മധ്യപ്രദേശുകാരിയായ മൊണാലിസ ബോസ്ലെ എന്ന പെൺകുട്ടി കേരളത്തിൽ വന്ന് വിവാഹിതയായത്. കേരളത്തിൽ വന്ന് വിവാഹിതയായതല്ല, കേരളത്തിൽ വന്നപ്പോൾ കേരളത്തിലെ സഖാക്കന്മാർ, ചെറിയ സഖാക്കന്മാരല്ല, മൂത്ത സഖാക്കന്മാർ, CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, തിരുവനന്തപുരത്തിൻ്റെ ജില്ലാ സെക്രട്ടറി A റഹീം, നമ്മുടെ ആരാധ്യനായ ബഹുമാന്യനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി, ഈ 3 പേരും പിന്നെ ആ നാട്ടിലെ കുറച്ച് സഖാക്കന്മാരും ചേർന്നിട്ട് മൊണാലിസയെ കല്യാണം കഴിപ്പിച്ചു. മുഹമ്മദ് ഫർമാൻ എന്നുപേരായ ഒരു UP-കാരൻ, ഉത്തർപ്രദേശുകാരൻ. ഇവർ തമ്മിൽ ഒരു 6 മാസത്തെയോ 8 മാസത്തെയോ ഫേസ്ബുക്ക് പ്രണയമായിരുന്നു അത്രേ. എന്തെങ്കിലും ആട്ടെ. ഏതായാലും വിവാഹം ഗംഭീരമായി കഴിഞ്ഞു. എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം ഈ 2 ദിവസത്തിനുള്ളിൽ ഫേസ്ബുക്കിലൊക്കെ വരുന്ന പ്രതികരണങ്ങൾ. കാമുകന്മാർക്ക് അല്ലെങ്കിൽ വ്യത്യസ്ത മതത്തിൽപ്പെട്ട് പ്രണയിക്കുന്നവർക്ക് ജീവിക്കാൻ പറ്റിയ സ്ഥലം കേരളമാണ്. ഇതാണ് കേരള സ്റ്റോറി. ഇതൊരു ലവ് ജിഹാദ് അല്ല. ഉത്തരേന്ത്യയിൽ എങ്ങാനും ആയിരുന്നെങ്കിൽ ഈ മൊണാലിസക്കും ഈ ഫർമാനും കല്യാണം കഴിച്ച് ഉത്തരേന്ത്യയിൽ ജീവിക്കാൻ പറ്റുമായിരുന്നില്ല. അത് മധ്യപ്രദേശിലാവട്ടെ UP-യിലാവട്ടെ പറ്റുമായിരുന്നില്ല. അവർക്ക് ജീവിക്കാൻ ഏറ്റവും പറ്റിയ സ്ഥലം, ഏറ്റവും സുരക്ഷിതമായ സ്ഥലം കേരളമാണ്. കേരളത്തിൽ അവർ വന്നതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു. അവരിന്നും ജീവിക്കുന്നു. അവർക്ക് വിവാഹം നടത്തിക്കൊടുത്തത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി, നമ്മുടെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിയും. ഗംഭീരം, അതിഗംഭീരം. വാഴ്ത്തുകയാണ്, എല്ലാവരും വാഴ്ത്തുകയാണ്. അതിൻ്റെ ഇടയിൽ ഇതൊരു ലവ് ജിഹാദാണ് എന്നൊക്കെയുള്ള വിശ്വ ഹിന്ദു പരിഷത്തോ അല്ലെങ്കിൽ ഹിന്ദു ഐക്യവേദിയോ ഒക്കെ പറയുന്നു. ഇത് ലവ് ജിഹാദാണ് യഥാർത്ഥത്തിൽ. ശരി, അത് അവർ പറയുന്നു. മറ്റൊരു കൂട്ടർ പറഞ്ഞത് മൊണാലിസക്ക് പ്രായമായിട്ടില്ല, വിവാഹപ്രായമായിട്ടില്ല. നമ്മുടെ രാജ്യത്ത് വിവാഹപ്രായം എന്ന് പറയുന്നത് 18 വയസ്സാണ്. 18 വയസ്സാണ് പെൺകുട്ടികളുടെ വിവാഹപ്രായം. അതൊരു 21 വയസ്സാക്കാനുള്ള നിയമനിർമ്മാണമൊക്കെ നേരത്തെ നടന്നിരുന്നു, പക്ഷെ അത് വിജയിച്ചില്ല. ഏതായാലും ഇപ്പോൾ തൽക്കാലം 18 വയസ്സാണ്. ഈ 18 വയസ്സ് പോരാ, 21 ആക്കണം എന്ന് ഒരു നിയമനിർമ്മാണത്തിന് വേണ്ടി ശ്രമിച്ചപ്പോൾ തന്നെ മനസ്സിലായല്ലോ. 18 എന്ന് പറയുന്നത് പെൺകുട്ടികൾക്ക് ഒരു പക്വത വരുന്ന പ്രായമല്ല, ചുരുങ്ങിയത് 21 വയസ്സ് ഇനി ആവണം. അതെന്തെങ്കിലും ആവട്ടെ. തൽക്കാലം 18 വയസ്സായ ഒരു പെൺകുട്ടിക്ക് വിവാഹം കഴിക്കാം, അതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ മൊണാലിസക്ക് നമുക്ക് ലഭ്യമായ വിവരം അനുസരിച്ച് ഇവർക്ക് 18 വയസ്സായിട്ടില്ല. 16 വയസ്സ് കഴിഞ്ഞിട്ടേ അല്ലെങ്കിൽ 17 വയസ്സായിട്ടേ ഉള്ളൂ. പക്ഷെ ഇവർ പറയുന്നു 18 ആയി. അതിനവർ തെളിവായി കൊണ്ടുവരുന്നത് ആധാർ കാർഡൊക്കെയാണ്. കഴിഞ്ഞ ദിവസം ഇന്നലെ പത്രസമ്മേളനം നടത്തിയിരുന്നു ഈ പെൺകുട്ടി, അതായത് വെള്ളാരങ്കണ്ണുള്ള കല്ലുമാല വിൽക്കുന്ന കുംഭമേളയിൽ കല്ലുമാല വിൽക്കുന്ന പെൺകുട്ടി പെട്ടെന്നാണ് ഒരു നാൾ വൈറലാവുന്നത്, പെട്ടെന്നാണ് ഭയങ്കര സെലിബ്രിറ്റി ആവുന്നത്. അവള് ഒരുപാട് എന്താ പറയുക, സിനിമാ വാഗ്ദാനങ്ങളൊക്കെ ഉണ്ടായി. ഒരു സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. സിനിമയിൽ അഭിനയത്തിന്റെ ഭാഗമായിട്ടാണ് ആ പെൺകുട്ടി കേരളത്തിലെത്തിയത്. ഇന്നത്തെ മലയാള മനോരമയിലും മാതൃഭൂമിയിലും ഇത് മാതൃഭൂമിയുടെ ഏത് പേജാണ്?
മൂന്നാം പേജ്, മാതൃഭൂമിയുടെ 3-ാം പേജില് വിവാഹം ലവ് ജിഹാദ് അല്ല എന്ന് പറയുന്ന ഒരു വാർത്തയുണ്ട്. വിവാഹം ലവ് ജിഹാദ് അല്ല പറയുന്നത് ഇവര് തന്നെയാണ്. അതായത് ഈ മൊണാലിസ കെട്ടിയ അല്ലെങ്കിൽ മൊണാലിസയെ കൊണ്ട് കെട്ടിപ്പിച്ച ഫർമാൻ പറയുന്നു ഇത് ലവ് ജിഹാദ് അല്ല. മനോരമ കുറച്ചുകൂടി ഇവരുടെ ഫോട്ടോ ഒക്കെ കൊടുത്തിട്ട് മനോരമ പറയുന്നു കുംഭമേളയിലെ ഇന്നത്തെ മനോരമയുടെ 6-ാം പേജാണ്, അതിൽ ടോപ്പ് തന്നെയാണ് ഈ വാർത്ത, ഒരു 4 കോളത്തിൽ. യെസ്, അതിൽ പറയുന്നു കുംഭമേളയിലെ വൈറൽ ഗേൾ മൊണാലിസ പറയുന്നു എനിക്ക് 18 തികഞ്ഞു, കേരളത്തിൽ തുടരാൻ ആഗ്രഹം, വിവാഹത്തെക്കുറിച്ച് ഉത്തരേന്ത്യൻ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് കളവ്. ഇങ്ങനെയാണ് ഇന്ന് പ്രമുഖ 2 പത്രങ്ങളിൽ വന്ന വാർത്തകളെ